ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോർദാനായാലും, ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോർദാനായാലും, സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എന്റെ ദൈവം. സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എന്റെ ദൈവം. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാമത്തെ പുനരുത്ഥാനം അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. രണ്ടാമത്തെ വരവിന് വേണ്ടി നാം ഓരോരുത്തരും നോക്കി പാർത്തിരിക്കുന്നവരാണ് ഓരോ വിശ്വാസിയുടെയും. അവൻ ഈ ഭൂമിയിലുള്ളത് ഒന്നുമല്ലവൻ ആശ്രയിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം എന്നെ ഇവിടെ നിന്ന് മധ്യാകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു കർത്താവിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കർത്താവ് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സ്തോത്രം. ആ സ്വർഗീയ ഭവനത്തിൽ തന്നെ ഇരുത്തും. ഓരോ വിശ്വാസിയുടെയും പ്രത്യാശ അതാണ്. അന്ന് ഇവിടെ വന്ന് പോകുമ്പോൾ ഒരു ഇഞ്ച് പോലും നാം ഭൂമി കൊണ്ടുപോവില്ല, ഒരു രൂപ പോലും നാം കൊണ്ടുപോവില്ല, ഈ ഭൂമിയിലെ ഒന്നും കൊണ്ടുപോവില്ല, ഉടുവസ്ത്രം പോലും കൊണ്ടുപോവില്ല. സ്തോത്രം. ദൈവമൊരുക്കുന്നതായ സ്വർഗീയ ഭവനത്തിൽ ദൈവമൊരുക്കുന്നതായ തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ച് ദൈവത്തോടുകൂടെ പുത്രനായ ദൈവത്തിന് കൊടുക്കുന്ന സിംഹാസനത്തിൽ, അതേ സിംഹാസനത്തിൽ പുത്രൻ എന്നെയും ഇരുത്തും. അതെൻ്റെ പ്രത്യാശയാണ്. അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയും, തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അനേകർക്ക് അത് പിടികിട്ടാത്ത കാര്യമാണ്. ഞാൻ സാമാന്യ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടല്ലോ, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ,
ഞാൻ ആരുടെ ഇന്നും 10 പൈസ സ്വന്തമായിട്ട് അന്യായമായി കൈവശപ്പെടുത്താൻ നോക്കുന്നില്ലല്ലോ. ഞാൻ കഴിയാവുന്ന നന്മയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എനിക്കെന്താണ് ഈ ഉപദ്രവം ഉണ്ടാകുന്നത്? പിന്നെ എനിക്കെന്താണ് ഈ കഷ്ടത ഉണ്ടാകുന്നത്? അനേകർക്ക് മനസ്സിലാകാത്ത മർമ്മം അപ്പോസ്തലനായ പൗലോസ് പറയും, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, അത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങളെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും വ്യക്തിയല്ല നിങ്ങൾ കാണേണ്ടത്. അവരെല്ലാവരും നിങ്ങളെ ഉപദ്രവിക്കുന്നത്. അവരിലൂടെ ഭീകരനായ ഒരു പിശാചാണ് പ്രവർത്തിക്കുന്നത്. ഈ സത്യം നിങ്ങൾ അറിയണം. അവർ പാവപ്പെട്ട മനുഷ്യർ, നിസ്സാരരായ മനുഷ്യർ, നമ്മളെപ്പോലെയോ നമ്മളെക്കാൾ ബലഹീനരുമായ മനുഷ്യർ. പിന്നെന്താണ് അവരിങ്ങനെ ഉപദ്രവിക്കുന്നത്? അവരെ ഒരു പിശാച് ഉപയോഗിക്കുന്നു. ഞാൻ ഓർക്കാറുണ്ട്, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, 6000 ഭൂതങ്ങൾ ബാധിച്ച മനുഷ്യർ, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വീടുണ്ട്. ഭാര്യയെ കാണണ്ട, കുഞ്ഞുങ്ങളെ കാണണ്ട, വീട്ടിൽ പോവുകയില്ല. കിടപ്പവിടാ കല്ലറകളിൽ. അവൻ്റെ സ്വഭാവം എന്താ? അവൻ കരിങ്കല്ലെടുത്ത് സ്വന്തം ദേഹം ഇടിച്ച് ചതയ്ക്കും. ഞാൻ ഓർക്കും, ആ മനുഷ്യൻ്റെ ശരീരം ഇടിച്ച് ചതയ്ക്കുമ്പോൾ അവൻ തന്നെ ഇടിച്ച് ചതയ്ക്കുമ്പോൾ വേദനയില്ലേ? ഉണ്ട്. ചോര ഒഴുകുകയാണ്, വേദനയില്ലേ? ഉണ്ട്. പിന്നെ ഇടിക്കുന്നത്? ഇടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം 6000 എണ്ണമാണ് അകത്ത് കയറിയിരിക്കുന്നത്. ഇടിക്കട എന്ന് പറഞ്ഞാൽ ഇടിച്ചിരിക്കും. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ സഹോദരങ്ങൾ? ഇന്നെന്താണ് അനേകർ മദ്യപാനം നിർത്താത്തത്? ഇന്നെന്താണ് അനേക യുവാക്കന്മാർ മയക്കുമരുന്നിന് അടിമകളായി പോകുന്നത്? അവരെ കൊണ്ട് നിവൃത്തിയില്ല. ഭീകരനായൊരു പിശാച് 1 ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാറ്, ഒരു മാനസാന്തരത്തിൻ്റെ കണിക പോലും അവന് കൊടുക്കാറ്, സുബോധമില്ലാത്തവനാക്കി അവനെ തീർക്കുക. ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, അവന് വേദന ഉണ്ടെങ്കിൽ പോലും അവൻ്റെ സ്വന്തം ശരീരം ഇടിച്ച് ചതയ്ക്കാറ് വയ്യ. അവനെ അങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് ഭീകരനായ പിശാച്. അതുതന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അവരോട് വൈരാഗ്യമുണ്ടാവുകയല്ല, അവരെ എതിർക്കുകയല്ല, തിരിച്ചവരെ ഉപദ്രവിക്കാൻ നോക്കുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതിലെ കർത്താവ് പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോഴാണ് അവരിൽ കടന്നുകൂടിയ ഭീകരനായ പിശാചിനെ കർത്താവിനെ ഇറക്കിവിടാൻ പറ്റുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ കഷ്ടത നമ്മുടെ അവകാശമാണ്. ഞാൻ ഓർക്കുന്നു, കഷ്ടതകൾ ഏറി വന്നപ്പോൾ, ഞാൻ ജീവിതത്തിൽ നല്ലപോലെ കഷ്ടത അനുഭവിച്ച മനുഷ്യനാണ്. പക്ഷേ അതെല്ലാം എനിക്കൊരു ഭാഗ്യം കിട്ടി. കർത്താവിൻ്റെ ജീവിതപ്പടകിലുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും കർത്താവിനെ കൈപിടിച്ച് നടത്തുന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ എതിർപ്പുകളുടെ മധ്യത്തിൽ, ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ ഞാൻ മുട്ടുമേറെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ എനിക്ക് ഇനിയും വരം തരണമേ. ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. മകനെ, നിനക്ക് മനസ്സാണോ ഈ തലമുറയിൽ ഉണ്ട് കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ എനിക്ക് വരം തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സാണോ? ലോകം മുഴുവൻ ഇളകട്ടെ, എല്ലാവരും തെറ്റിദ്ധരിക്കട്ടെ, എല്ലാവരും നിന്നെ കുറ്റം പറയട്ടെ, സാരമില്ല, ശരിയായി ധരിക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്, നിനക്ക് വേണ്ടി സ്വർഗ്ഗഭവനം ഒരുക്കുന്ന ഒരുവനുണ്ട്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നിനക്ക് പങ്കുതരുന്ന ഒരു ദൈവമുണ്ട്. അത് മാത്രം വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. വളരെ വ്യക്തമാണ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറയും. 1 പത്രോസ് 5-ന്റെ 4-ാം വാക്യം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. സ്തോത്രം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. പ്രിയപ്പെട്ടവർ, അന്ന് കഷ്ടത മറക്കില്ലേ? അന്ന് ഈ കഷ്ടത ഓർത്തിരിക്കുമോ? എന്താണ് കേട്ടത്? ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, സ്തോത്രം, എൻ്റെ സാക്ഷാലിടയൻ, എന്നെ വഴി നടത്തിയവൻ, എനിക്ക് വേണ്ടി
എൻ്റെ ജീവിതയാത്രയിൽ മാലാഖമാർ എനിക്ക് കാവലാക്കി നിർത്തി തന്നവൻ, ജീവിതത്തിലെ തീക്ഷ്ണതയേറിയ പരീക്ഷണങ്ങളിലൂടെ നടക്കുമ്പോൾ എന്നെ കൈപിടിച്ച് വഴി നടത്തിയവൻ, സ്തോത്രം. അവൻ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇന്ന് തരുന്ന മനുഷ്യൻ തരുന്ന ബഹുമതികൾ വാടുന്ന കിരീടങ്ങളാണ്. വാടാത്ത കിരീടം തരുന്ന ഒരുവനേയുള്ളൂ, വാടിപ്പോകാത്ത കിരീടം തരുന്ന ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ മരുഭൂമി യാത്രയിലെ ഓട്ടത്തിന് നിനക്കൊരു കിരീടം കിട്ടും. വാടാത്ത കിരീടം, തേജസ്സിൻ്റെ കിരീടം. ഏതാണ് ആ കിരീടം? ആരോ നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ കിരീടം, പിന്നീട് ആരാവും ലഭിക്കാത്ത തേജസ്സിൻ്റെ കിരീടം. ദൈവത്തിലെ നിനക്ക് സൗജന്യമായ ദൈവം തരാൻ പോകുന്നു. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ആ വാടാത്ത കിരീടം നിനക്ക് തരും. സ്തോത്രം. ആർക്കെല്ലാം പ്രത്യാശ വരുന്നുണ്ട്? ഇവിടെ എല്ലാവരും പാർശ്വവൽക്കരിച്ചോട്ടെ, കുറ്റം പറഞ്ഞോട്ടെ, എങ്ങനെയായിക്കോട്ടെ. സ്തോത്രം. എന്നെ ശരിയായി കാണുന്നത്, എന്നെ ഉള്ളങ്കരങ്ങളിൽ വഹിക്കുന്നത് എനിക്കൊരുവനുണ്ട്. ആ ഉറപ്പിനേക്കാൾ വലിയ ധൈര്യം വേറൊന്നുമില്ല പ്രിയപ്പെട്ടവർ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലിരുന്ന് രാപ്പകൽ അവനെ ആരാധിക്കുന്ന ആരാധന സംഘത്തിൽപ്പെടുന്നവനായി നീ മാറും. സ്തോത്രം. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ആ സിംഹാസനം കണ്ടിട്ടുണ്ടോ? യെശയ്യാ പ്രവാചകൻ കണ്ടു, യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടു. സ്തോത്രം. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ സിംഹാസനത്തെ അധികമിരിക്കുമ്പോൾ അതിന് ചുറ്റും 24 മൂപ്പന്മാർ അവരോടിരിക്കുന്നു. അവരുടെ കിരീടം താഴെയിട്ട് അവർ നെടുമ്പാട് വീട് കവണമാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്ഥാനത്തേക്ക് ദൈവം തന്നെ ഒരുക്കാൻ പോവുകയാണ്. എന്താ ഒരുക്കം? എന്താണ് യോഗ്യത? നമ്മുടെ വായിച്ചു കേട്ടു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ദൈവത്തിലെ നിനക്ക് മനസ്സാണോ? മഹാകഷ്ടമുണ്ട്. ക്രിസ്തുവിന് വേണ്ടി വേർപെട്ട് നിൽക്കുക എന്ന് പറയുന്നത് മഹാകഷ്ടമാണ്. പക്ഷേ കർത്താവേ, പട്ടിണിയാണെങ്കിലും സാരമില്ല, തെറ്റിദ്ധരിച്ചാലും സാരമില്ല, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും സാരമില്ല, ഞാൻ നിൽക്കും ഈ തലമുറയിൽ. നിൽക്കാമോ? നിന്നെ കഴുകാൻ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. സ്തോത്രം. വിലയേറിയ രക്തം, നിന്റെ കോടാനുകോടികൾ കൊടുത്താലും കിട്ടാത്ത രക്തം, കുഞ്ഞാടിൻ്റെ പരിശുദ്ധ രക്തം നിനക്കത് അവൈലബിളാണ്. കാരണം നീ ആ കുഞ്ഞാടിൻ്റെ അരികിലാണ് നിൽക്കുന്നത്. അതാണ് വായിക്കുന്നത്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർക്ക് അവരുടെ അരികിൽ തന്നെ ആ ക്രിസ്തുവിൻ്റെ തിരുരക്തമുണ്ട്. നിന്നെ കഴുകുന്ന തിരുരക്തം, നിന്നെ ശുദ്ധീകരിക്കുന്ന തിരുരക്തം, നിനക്ക് ജയം തരുന്ന തിരുരക്തം, നിന്നെ സ്വർഗത്തിലെത്തിക്കുന്ന തിരുരക്തം. ആ തിരുരക്തം ഇന്ന് നിന്നോട് ഗുണകരമായി സംസാരിക്കുന്നു. ആ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിനക്കതെവിടെയും കേൾക്കാം. സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയും, ഞാൻ മരണത്തിടയിലും താഴ്വരയിലൂടെ നടന്നപ്പോൾ, ഞാൻ കൂരിരുളിൽ താഴ്വരയിലൂടെ നടന്നപ്പോൾ എനിക്ക് ഭയമില്ല. കാരണം തിരുരക്തം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവനോട് കൂടെയുണ്ട്. എൻ്റെ നല്ല ഇടയനാ എന്നോട് കൂടെയുണ്ട്. അവൻ്റെ തിരുരക്തത്തിൻ്റെ വഴി നടത്താറുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, എല്ലാവരും നിങ്ങളുടെ നിലവേരൽ ചൂണ്ടുമ്പോൾ, നിങ്ങളെ പ്രയസ്ഥാനത്ത് നിർത്തുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹ രക്തം അത് നിങ്ങൾ അനുഭവിക്കണം പ്രിയരെ. അത് നിങ്ങൾ അനുഭവിച്ചാൽ ലോകം മുഴുവൻ ഇളകിക്കോട്ടെ,
വിഷയമല്ല. സ്തോത്രം. ഇത് നിങ്ങൾ വെറുതെ കേട്ടപ്പോരാ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. ഈ തലമുറയെ നിങ്ങളത് അനുഭവിക്കണം. സ്തോത്രം. അതാണ് വായിച്ചു കേട്ടത്. ഇടയ ശേഷം പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാഴാത്ത കിരീടം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇവർ മഹാകക്ഷത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാട് രക്തത്തിൽ നിങ്ങളെ അംഗീകാരക്ക് വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മറക്കരുത്, അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകലെ അവനെ ആരാധിക്കുന്നു. ആരാണ് അവനെ ആരാധിക്കുന്ന രാപ്പകൽ? അവൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലിരുന്ന് രാപ്പകൽ അവനെ ആരാധിക്കാനുള്ള യോഗ്യത എന്താ? പെത്രാച്ചൻ്റെ കുടുംബത്തിൽ ജനിക്കുന്നതൊന്നുമല്ല, കോടീശ്വരനായി പിറക്കുന്നതൊന്നുമല്ല, വെള്ളി അധികാര കസേരയിൽ ഇരിക്കുന്നതൊന്നുമല്ല. വളരെ വ്യക്തമായി ഞങ്ങൾ കേട്ടുകൊള്ളുക. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്നവന് അവൻ്റെ ആലയത്തിൽ രാപ്പകലവനെ ആരാധിക്കും. കുഞ്ഞാട് രക്തത്തിൽ നിങ്ങളുടെ അംഗീകാരക്ക് വെളുപ്പിച്ചു. സ്തോത്രം. സഹോദര, നിനക്ക് മനസ്സാണോ? നിൻ്റെ അങ്കി കുഞ്ഞാട് രക്തത്തിൽ ഇലക്കി വെളുപ്പിക്കാൻ നിനക്ക് മനസ്സാണോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ കാണാം. യെശയ്യാ പ്രവാചകൻ സ്വർഗീയ സിംഹാസനം കണ്ടു, ദൈവിക സിംഹാസനം കണ്ടു. ആ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കണ്ടു. 2-3 വാക്യം നമുക്ക് വായിച്ചു കിടക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സാറാപ്പുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ്റെ 6 ചിറവുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ ആ വാക്യം? ഈ ഭൂമിയിലിരുന്നു കൊണ്ട് യെശയ്യാവ് കാണുന്ന കാഴ്ചയാണത്. സ്വർഗീയ സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കുന്നു. അതിന് ചുറ്റും സാറാഫുകൾ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സാറാഫുകൾ പൊന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ്, ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞവരാണ്, ദൂതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അവരുടെ ജോലി ദൈവിക സിംഹാസനത്തിൽ ശുശ്രൂഷയാണ്. അവർ സിംഹാസനത്തെ മറയ്ക്കുന്ന കെരൂബാണ്. അവർ ചിറക് വിരിച്ചെന്നാൽ സ്തുതിയാണ്, സ്തോത്രമാണ്, ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവിയാണ്. എന്നാൽ ഇത്രയേറെ പദവിയുള്ള സാറാഫുകൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ കേട്ടു? 6 ചിറകുള്ള ശ്രോപ്പയന്മാർ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നുയർന്ന് നിന്നുകൊണ്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് നിരന്തരമാർ തട്ടഹസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ സ്വർഗീയ സിംഹാസനത്തിൻ്റെ അരികിൽ നിൽക്കുന്ന സാറാഫുകൾ, സ്വർഗീയ മാലാഖമാർ, അവർക്ക് ദൈവത്തെ നോക്കുവാൻ യോഗ്യതയില്ലാതെ 2 കൊണ്ടവർ മുഖം മൂടി, 2 കൊണ്ടവർ കാലുമൂടി, 2 ചിറ കൊണ്ട് പറന്നുയർന്നു നിന്നു. ഒരുവനോടൊരുവൻ എന്നാണ് പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മഹത്വമാണ് ഈ ഭൂമിയിൽ കാണേണ്ടത്. സഹോദര, അവൻ്റെ മഹത്വം ഈ ഭൂമിയിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തിനായി നിൽക്കുന്നുണ്ടോ? അവിടെയാണ് ദൈവം സന്തോഷിക്കുന്നത്. സാറാഫുകൾ, ആ സാറാഫുകൾ ഒരു അയോഗ്യരായ സ്ഥാനത്തേക്ക് അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം കണ്ടത് ആരെയാണ്? ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തത്? ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നിങ്ങളുടെ അങ്കിയിലേക്ക് വെളുപ്പിക്കുന്നവർ മനസ്സാണോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പറയും, ആ ദൂതന്മാരെക്കാളും ഉന്നതമായ സ്ഥാനം ദൈവം നിനക്ക് തന്നിരിക്കുന്നു. നീ നിസ്സാരനല്ല, നീ തളർന്നിരിക്കേണ്ടവനല്ല, നീ നിരാശപ്പെടേണ്ടവനല്ല, എനിക്കിങ്ങനെയെല്ലാം വന്നുപോയല്ലോ നീ പറയേണ്ടവനല്ല. ദൈവവേദന, ആ ദൂതന്മാരെ നാം വിധിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. അവർക്കുള്ളതിനേക്കാളും ശ്രേഷ്ഠമേറിയ അധികാരം. സ്തോത്രം. നിങ്ങൾക്ക് അർഹനയിൽ മനസ്സിലാകുന്നുണ്ട്. മാലാഖമാർ സ്വർഗ്ഗ സിംഹാസനത്തിൽ ശുശ്രൂഷിക്കുന്നവരാണ്. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി വിലക്കി വെളുപ്പിച്ച വിശുദ്ധന്മാരാരാണ്? അവർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിരിക്കുന്ന അതേ സിംഹാസനത്തിലിരിക്കുന്നവരാണ്. സിംഹാസനത്തിൻ്റെ അടുക്ക് മുഖം മറച്ച് കാല് മൂടി നിന്നുകൊണ്ട്
സ്തുതിക്കുന്ന സാറാഫുകളേക്കാൾ ഉന്നതമായ സ്ഥാനം. അതാണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. നിൽക്കാമോ? പാപത്തോടെ യാത്ര പറയാമോ? ഈ തലമുറയിൽ വിശുദ്ധനായി നിൽക്കാമോ? നിന്നെ കഴുകാൻ രക്തമുണ്ട്, കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. കുഞ്ഞാടിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നീ ഇരിക്കുന്ന ഇരിപ്പിൽ നീ ശ്രദ്ധിച്ചാൽ, എനിക്ക് മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കണ്ട എന്ന് നീ ഇപ്പോൾ ഹൃദയം കൊണ്ട് തീരുമാനിച്ചാൽ, കുഞ്ഞാടിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാം. കുഞ്ഞാടിനെ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, സ്വർഗീയ സിംഹാസനത്തിലിരുന്നു കൊണ്ട് നിരന്തരം ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിക്കുവാൻ അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 57-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ ജയം അനുഭവിച്ചുകൊണ്ട്, അത് എൻ്റെ സ്വന്തമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ സ്വാധീനമല്ല, എൻ്റെ ജോലിയല്ല, എൻ്റെ പദവിയല്ല, എൻ്റെ കുടുംബ മഹിമയല്ല, ഒന്നുമല്ല. പിന്നെ എന്താണ്? യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. എനിക്ക് ചാരാൻ ഒരുവനുണ്ട്, എനിക്ക് ചാരി നിൽക്കാൻ ഒരുവനുണ്ട്. അതത്രേ എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു. അവനില്ലെങ്കിൽ ഞാനൊന്നുമല്ല, അവനില്ലെങ്കിൽ ഞാൻ വട്ടപൂജ്യം. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ തലമുറയിൽ ജയം വെച്ച് നിൽക്കാമോ? ഈ തലമുറയിൽ ജയാളിയായി നിനക്ക് നിൽക്കാമോ? എല്ലാം നടത്താൻ യേശുവുണ്ട്. കാരണം അവൻ പാവവഴിയ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അവൻ ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവനത്രേ. സകല പരീക്ഷകളെയും നേരിട്ടവനത്രേ. അവനെല്ലാം അറിയാം. മകനെ, നിൻ്റെ യാതനവനറിയാം, നിൻ്റെ കക്ഷതയവനറിയാം, നീ അനുഭവിക്കുന്ന വേദനകൾ അവനറിയാം, അതിന് പരിഹാരമുണ്ടെന്ന് അവനറിയാം. പരിഹാരം തരാൻ അവനുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരാൻ ഒരു ദൈവമുണ്ട്, സർവ്വ നിയന്ത്രിക്കുന്ന ദൈവം. സ്തോത്രം പറയുക, അവന് വേണ്ടി സ്തോത്രം പറയുക. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയും, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും സദായിപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരാകുന്നത്. ദൈവത്തോടുള്ള നന്ദി അറ്റുപോകരുത്. ദൈവത്തോടതായ നന്ദി എനിക്കില്ലാതെ പോകരുത്. അത് മാത്രം എനിക്ക് മതി. സ്തോത്രം. ഇത് മാത്രമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അത് നിങ്ങൾ ധ്യാനിച്ചാൽ, അത് നിങ്ങൾ ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ മുട്ടുമേൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ധ്യാനിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒരു ജഡീക മനുഷ്യൻ, ഒരു മാംസ ശരീരങ്ങളുടെ ഒരു മനുഷ്യരല്ലേ പറയുന്നത്. തനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അപ്പോസ്തലൻ അറിയാമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് കിട്ടാൻ പോകുന്ന തേജസ് എന്താണെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. അത് സ്വർഗീയ തേജസ്സാണ് പ്രിയപ്പെട്ടവർ. അത് ആരാം പ്രാപിക്കാത്തതായ തേജസ്സാണ്. ആരാ നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിലും ഇതുവരെയും പ്രാപിച്ചിട്ടില്ല. ആ തേജസ് എൻ്റെ കർത്താവിലേക്ക് തരും. സ്തോത്രം. അത് നമുക്ക് തരുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം കൂടെ വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാക്യം പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ആ വാക്യം എഴുതിയത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ എന്താണ് നമ്മുടെ വായിക്കുക കേൾക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വളരെ വ്യക്തമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആണോ? ദൈവത്തോട് സ്നേഹമുണ്ടോ? അതിൻ്റെ സ്നേഹം ലോകത്തിലേക്ക് പോയോ? 100 രൂപ നഷ്ടം വരുന്ന കാര്യം വന്നാൽ ഉടനെ നീ കത്തിയെടുക്കുന്നവനാണോ? നിനക്കാണോ ദൈവത്തോട് സ്നേഹം? ദൈവത്തോട് സ്നേഹമുണ്ടോ? നിൻ്റെ അഭിമാനത്തെ തൊടുന്ന കാര്യം വരുമ്പോൾ, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കാരെങ്കിലും പറഞ്ഞാൽ ഉടൻ പത്തി വെക്കുന്നതിനെയാണോ ദൈവത്തെ സ്നേഹിക്കുന്നവൻ?
മരിക്കാമോ? അപ്രകടത്തിന് മരിക്കാമോ? മരിപ്പിക്കാൻ ദൈവമുണ്ട്. കുഞ്ഞാടെ രക്തമുണ്ട്. താവേ, ആ തിരുത്താലിനെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. എനിക്ക് മനസ്സാണ് നിന്റെ ഭാവത്തിൽ, നിന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട്, നിന്റെ സ്വഭാവമുള്ളവനായി, നിന്റെ നാമം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവനായി, നിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവനായി തലമുറയിൽ നിൽപ്പാൻ എനിക്ക് കൃപ തരാമോ? പ്രാർത്ഥിക്കാൻ, സമർപ്പിക്കാൻ സന്മസ്വൽവരാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവവേദിലേ ദൈവം വിളിച്ച് വേർതിരിച്ചവർ, ദൈവം മുന്നമേ കണ്ടവർ, സ്തോത്രം, അവർക്കെല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് പറയണം, ഇതെൻ്റെ ജീവിതത്തിൽ സത്യമാണ്, ഞാൻ അനുഭവിക്കുന്ന സത്യമാണ്. അവിടെയാണ് മധുരം. കേക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ കാര്യമില്ല, അത് രുചിച്ചിട്ട് പറയുന്നത് ഏറ്റവും നല്ലതാണ്. അനുഭവിക്കണം പ്രിയപ്പെട്ടവർ. ഇതിനകത്തെ ഓരോ കാര്യങ്ങളും ഓരോ വാക്യങ്ങളും സ്വന്തം ജീവിതത്തിലെ അനുഭവമായി നിങ്ങൾ എടുക്കണം. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. താൻ ആരാണ്? നാം ഓരോരുത്തരും ആരാണ്? നമ്മെക്കുറിച്ച് എന്താണെന്ന് ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാനൊരു സ്ഥലത്ത്, എവിടെയാണെന്ന് പറയുന്നില്ല, കേരളത്തിന് വെളിയിലുള്ളൊരു സ്ഥലത്താണ്. ഞാനൊരു സുവിശേഷ യോഗം കഴിഞ്ഞ് ഒരു വീട്ടിലാണ്. ഞാനവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരി എനിക്ക് ഭക്ഷണം വിളമ്പി തരുമ്പോൾ ഞാൻ കണ്ടു ആ കൈയുടെ 10 വിരലിൽ സ്വർണ്ണമോതിരമാണ്. എനിക്ക് അത്ഭുതം തോന്നി. കൈയുടെ 10 വിരലിലും സ്വർണ്ണമോതിരം. ഞാൻ ചോദിച്ചു, ഭർത്താവ് എവിടെയാ? സാറേ, ഭർത്താവ് ഏതെങ്കിലും ഓടയിലായിരിക്കും. അതെന്താ? കുടിച്ചു പിടിവില്ല കിടക്കുമായിരിക്കും. ഇപ്പം എനിക്ക് മനസ്സിലായി, ഭർത്താവിൻ്റെ ജീവിതത്തിലെ ദുഃഖം മാറാൻ വിരലെ മോരിട്ട് കിടക്കുക. ദുഃഖം മാറുമോ? ദുഃഖം മാറുമോ? ഓരോരുത്തർ അനുഭവിക്കുന്ന വേദന വിഷയങ്ങൾ. സ്തോത്രം. ആ ഗ്രഹനാഥ എന്നോട് പറഞ്ഞ കാര്യ, ഒരു തെങ്ങും തോട്ടമുണ്ട്, 450 ഏക്കറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവ് കാണാൻ പോലും വെളിവില്ല. സൂപ്പർവൈസറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വല്ലപ്പോഴും കൊണ്ടുവന്ന് തേങ്ങായിട്ട് കിട്ടുകയാണെന്ന് പറഞ്ഞ് തരും, ഞാൻ മേടിച്ചു വെക്കും. അപ്പോൾ അതൊന്നറിയാൻ പാടില്ല. എന്തോ ഒരു ജീവിതം, നരകതുല്യമായ ജീവിതം, സമാധാനമില്ലാതെ വലയുന്ന ജീവിതം. ആരാണ് വിശ്വാസി? ആരാണ് ക്രിസ്ത്യാനി? നാം പാപസംബന്ധമായി മരിച്ചവരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരുമാണ്. ഇപ്പോൾ നിനക്ക് തീരുമാനിക്കാമോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിർണായകമായ ഈ സമയം, അയ്യോ ഒരിക്കലും കഴിവില്ലല്ലോ. അങ്ങനെ നിന്നെ ശുദ്ധീകരിപ്പാൻ യേശുവിന് തിരുരക്തമുണ്ട്. പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും ആകാൻ നിനക്ക് മനസ്സാണോ? ആണെങ്കിൽ നിനക്ക് ഹൃദയത്തെ തുറക്കാം. നിനക്ക് ദൈവത്തോട് ഇപ്പോൾ പറയാം, എനിക്ക് മനസ്സാണ്. നഷ്ടപ്പെടുത്തി കളഞ്ഞ എൻ്റെ അവശേഷിക്കുന്ന ജീവിതം തരാതെ എനിക്ക് മനസ്സാണ്. നമുക്ക് ദൈവത്തിൻ്റെ വാക്ക് പറയാം. നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ ഉണക്കാം. ദൈവത്തിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. സ്നേഹമുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, മഹാഭാവിയായ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവേ, ആ മുടിയൻ പുത്രൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ അരികിലേക്ക് വരുന്നു. അവകാശപ്പെടാനൊന്നുമില്ല. സ്വർഗത്തോട് നിൻ്റെയോടും പാപം ചെയ്തു. നിൻ്റെ മകർന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയില്ലാത്തവനായി ഞാൻ വരുന്നു. ഒരു കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളാമോ? എന്നോട് മനസ്സറിയാമോ? അവിടുത്തെ തൃക്കരം എൻ്റെ മേൽ വയ്ക്കാമോ? തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കാമോ? കർത്താവേ, എനിക്കൊരു നല്ല ജീവിതം തരാമോ? അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഈ തലമുറയിൽ അവശേഷിക്കുന്ന ആയുസ് ജീവിച്ച് എൻ്റെ സ്ഥലത്തെത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരാമോ? അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആത്മശരീര മനസ്സുകളുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. സമർപ്പണം എടുത്ത ഓരോരുത്തരുടെ മേലും തൃക്കരം വയ്ക്കണമേ. തിരുരക്തത്താൽ എല്ലാവരെയും കഴുകണമേ, ശുദ്ധീകരിക്കണമേ. മാനവും മഹത്വത്തോട് എടുക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.